ചേരും പോത്തിൻ പുറത്തങ്ങമരും പാലക്കാടുദേശം കണ്ണാങ്കുളത്ത് വാഴും കൈത്തൊഴുന്നേ കൈത്തൊഴുന്നേ കൈത്തൊഴുന്നേ. ഗ്രാമീണ മേഖലകളിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അത്തരത്തിൽ ചില നല്ല കാഴ്ചകളുടെ ഭാഗമാകാനാണ് ഞങ്ങളിപ്പോൾ കാഞ്ഞിരംപാറ VKP നഗറിൽ എത്തിയത്. ഇവിടെ ഒരു തിരുവാതിര കൈകൊട്ടിക്കളി സംഘമുണ്ട്. നാട്യ എന്നാണ് സംഘത്തിൻ്റെ പേര്. കുറേ സാധാരണക്കാരായ മനുഷ്യരുടെ ആവിഷ്കാരമാണ് ഈ നാട്യ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ സംഘാടകയായ തുഷാരയോട് ചോദിക്കാം. നമസ്കാരം തുഷാര, എത്ര കാലമായി നമ്മളിപ്പോൾ ഈ സംഭവം ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട്? നമസ്കാരം ചേട്ടാ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 6-7 വർഷമായിട്ട് നടത്തി വരുന്നൊരു പരിപാടിയാണിത്. ഇവിടെയുള്ള നമ്മുടെ കുഞ്ഞു കുടുംബം കൂട്ടുകാരികളെല്ലാവരും കൂടി ചേർന്നൊരു സംഘമായിട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരും വീടുകളിൽ അടച്ചിരുന്ന കാലത്താണെന്ന് തോന്നുന്നു നിങ്ങൾ ഇതിൻ്റെ ഒരു തുടക്കം തോന്നുന്നു അല്ലേ? കോവിഡിന് മുന്നേ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കോവിഡ് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഇത് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി തുടക്കമായത്. എനിക്ക് തോന്നുന്നു ഭയങ്കര എനർജറ്റിക് ആയൊരു ടീം പെർഫോമൻസ് ആയിരുന്നു ഇവിടെ. എങ്ങനെയാണ് ഈ പിള്ളേർ ഇത്രയും എനർജറ്റിക് ആയൊരു ടീമിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ഒന്ന്, നമ്മുടെ കൂടെ തന്നെ എല്ലാവരും സപ്പോർട്ടുണ്ട്. മക്കൾ എല്ലാവരും ഏകദേശം എൻ്റെ മോളുടെയൊക്കെ പ്രായം തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്നേഹവും എല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒത്തൊരുമയോടെ ഞങ്ങൾ പോകുന്നുണ്ട്. ആ ഒരിത് കുറച്ച് മോൾഡ് ചെയ്ത് എടുത്ത് ഇപ്പം ഇത്തിരി നല്ല രീതിയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ ഇപ്പോൾ ഏതൊക്കെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ കളിച്ചിരുന്നില്ലേ ഇത്തവണ? ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഇനിയിപ്പം ഒത്തിരി സ്റ്റേജുകൾ ഏകദേശം ഒരു 19-20 സ്റ്റേജോളം ഞങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ മാസം ഒത്തിരി സ്റ്റേജുകളുണ്ട് ചെയ്യാനായിട്ടും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒത്തിരി പ്രാക്ടീസ് വിൽ ബി മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ഡെയിലി പ്രാക്ടീസ് ഉണ്ട്. പിള്ളേർ നല്ല രീതിയിൽ അതിനൊത്ത് സഹകരിക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയും നമുക്ക് ഒത്തിരി സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഫാമിലിയും ഒത്തിരി സപ്പോർട്ടാണ്. നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് എല്ലാം എല്ലാവരും കൂടി ചേർന്നിരുന്ന് ചെയ്യുന്നു. അങ്ങനെയൊക്കെ കുറേ സപ്പോർട്ട്, നമുക്ക് ഒന്നാമത് സപ്പോർട്ടാണല്ലോ ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ചെയ്യുന്ന പെർഫോമൻസിന് ഒരുപാട് സാമ്പത്തിക ചെലവുകളുണ്ട്. പക്ഷെ നിങ്ങൾ അത്രയും സാമ്പത്തിക ചെലവൊന്നും പലയിടത്തും നമുക്ക് വരുമാനമായി കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? പിള്ളേർ പറയുന്നത് അതാണ്, നമുക്ക് സാമ്പത്തികം കിട്ടിയില്ലെങ്കിലും നമുക്കൊരു സ്റ്റേജ്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി നമുക്കൊരു സ്റ്റേജ് കിട്ടിയാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ചിലവർ നമ്മൾ അറിഞ്ഞ് തന്നെ നമുക്ക് അവരുടെ മനസ്സറിഞ്ഞ് നമുക്ക് ചില കോമ്പൻസേഷൻ പോലെ നമുക്ക് തരാറുണ്ട്. പിന്നെ ചിലയിടത്ത് അവർ അതൊരു നമ്മളെ
ജസ്റ്റ് ഒരു അംഗീകാരം പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നും. പക്ഷേ എന്താണെങ്കിലും ഞങ്ങൾ അത് സ്വീകരിക്കും. കാരണം നമുക്കൊരു സ്റ്റേജായിരുന്നു ആവശ്യം. ആ സ്റ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ സ്റ്റേജുകൾ ചെയ്യുന്നുമുണ്ട്. പിള്ളേരും അതിൽ ഹാപ്പിയാണ്. നിങ്ങളിപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ ഈ ട്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ എന്തെങ്കിലും? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ട്രൂപ്പ് ഇതേപോലെ തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് 5 വർഷമായി ഈ ഒരു നാട്ടിൽ വന്നിട്ട്. ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ ഹാപ്പിയാണ്. ഇതിൽ വന്നപ്പോൾ ടെൻഷൻ ഫ്രീ എന്ന് തന്നെ പറയാം. പിന്നെ ഒരു സേഫ് സോണാണ്. നമ്മൾ ഇത്രയും പേര് ഒത്തുകൂടുമ്പോഴുള്ള ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാനുണ്ട്, എൻ്റെ മോളുണ്ട്, ഞങ്ങളുടെ ഫാമിലി എല്ലാം സപ്പോർട്ടാണ്. അതുപോലെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഫാമിലിയാണ്. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഇതിൽ വരുമ്പോൾ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും അതിവിടെ വരുമ്പം തീരുന്നതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. നമുക്കിവിടെ ഒരു ഇതുണ്ട്, പഠനത്തോടും കൂടെ പോകാനൊക്കെ പറ്റും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ആര്യ ചേച്ചിയും കൂടെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ചേച്ചി മാറി നിൽക്കുന്നത്. പ്രഗ്നൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ മാറി നിൽക്കുന്നത്. ആര്യ ചേച്ചി ആയിരുന്നാൽ ഇതുപോലെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു കുട്ടി ടീമും കൂടി ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കുട്ടി ടീം. ഈ ആവണി ചേച്ചിയാണ് ഞങ്ങളെ ഈ ഡാൻസ് പഠിപ്പിക്കുന്നത്. നല്ല എൻജോയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഏകദേശം ഒരു 3 വർഷം, ഞാൻ വന്നിട്ട് 3 വർഷം ആവത്തുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ വന്നതിൽ കിട്ടിയിട്ടുള്ളത്. പുതിയ പുതിയ ഫ്രണ്ട്സ്, പുതിയ അമ്മമാർ. എൻ്റെ അമ്മ ഇതിലുണ്ട്, എൻ്റെ സഹോദരി ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒത്തിരി പേരായിട്ട് നല്ലൊരു ബോണ്ടിങ്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും, എന്ത് വിഷമം പഠിത്തം ആയിരുന്നാലും എന്തൊക്കെ ആയിരുന്നാലും ഇവിടെ പ്രാക്ടീസിന് വരുമ്പോൾ ഒരു ആശ്വാസം. കൊടുങ്ങല്ലൂരമ്മ ഭഗവതിക്കുന്നാണല്ലോ കാവുതിന്നൽ. ഒത്തുംകൂറവയുമായി കോമരങ്ങൾ തുള്ളിയാക്കുന്നേ. ചെമ്പട്ട് ചുറ്റിക്കൊണ്ടാക്കുന്ന അമ്മയുടെ തിരുകോമരങ്ങൾ. എമ്പാട് മഞ്ഞൾ മലപ്പൊടി തൂമണമാനുയരുന്നേ. നാട്യ എന്നത് വെറുമൊരു പേരല്ല, ഒരു സംസ്കാരവും പ്രാദേശികമായുള്ള ഒരു നല്ല കൂട്ടായ്മയുമാണ്. ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ. എന്തായാലും ഈ നല്ല കാര്യത്തിന് ഞങ്ങളുടെയും സപ്പോർട്ടുണ്ടാവും. കാളി കരിങ്കാളി കാളി കരിങ്കാളി കാളി കരിങ്കാളി കാളി കരിങ്കാളി കാളി കരിങ്കാളി കാളി കരിങ്കാളി കാവായ കാവിലും ആടി വരുന്നോളെ കനലുകൾ കൺകളിലേറിയ നമ്മ ഭദ്രേ ഭഗവതി ഭൈരവി കൗശികി ഭക്തരെ കാക്കുന്ന കാളിനീ ശങ്കരി ചെമ്പട്ടൊടുത്തു ചിരിച്ചു നീ നിൽക്കുമ്പോൾ ചെമ്പക പൂവൊത്ത കാന്തിയല്ലേ ചിലമ്പൊലി തുള്ളുന്ന പാദങ്ങൾ വെക്കുമ്പോൾ അഖിലം കൂലുങ്ങുന്ന മേള
കരിങ്കാളി